നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒരു മാസത്തെ വ്രതശുദ്ധിയിലൂടെ നേടിയ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. വല്ലപ്പുഴ കുറുവട്ടൂർ കണയത്ത് 11 വയസ്സുകാരൻ തോട്ടിൽ വീണ മുങ്ങി മരിച്ചു. മരിച്ചത് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് റാഹിസ്. പെരുന്നാൾ ദിനത്തിലുണ്ടായ ദുരന്തം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ.പി. സുരേഷ് രാജ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രണബ് കുമാർ മുഖർജിയെ പിന്തുണച്ച സിപിഎമ്മിന് സിപിഐയെ കുറ്റം പറയാൻ യോഗ്യതയില്ലെന്ന് സുരേഷ് രാജ്. കുഞ്ഞാലിക്കുട്ടിക്കും PC ജോർജിനും വേണ്ടിയുള്ള ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. കപട മതേതരവാദമാണ് ഈ സർക്കാരിന്റേതെന്നും ശോഭാ സുരേന്ദ്രൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പ്രാർത്ഥനയ്ക്കായി നിരവധി വിശ്വാസികളാണ് എത്തിയത്. ഒരു മാസത്തെ റംസാൻ വ്രതാനുഷ്ഠാനത്തിനു ശേഷം ശവ്വാൽ മാസപ്പിറവി ശനിയാഴ്ച കണ്ടതോടെയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ നിരവധി വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കെത്തിയത്. ചെർപ്പുളശ്ശേരി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് അബ്ദുള്ള ഫാറൂഖി നേതൃത്വം നൽകി. മലബാർ കോംപ്ലക്സിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ 1000-ഓളം പേർ പങ്കെടുത്തു. സാമ്പത്തികമായി സൗകര്യങ്ങളുള്ളവൻ, ശാരീരികമായി മേൽക്കൊള്ളുള്ളവൻ, സംഘടനകളുള്ളവൻ, ശക്തിയുള്ളവൻ, എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ തുല്യനായ എന്ന മഹത്തായ പ്രഖ്യാപനം. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമായ വലിയവനെന്ന ആവർത്തിച്ചുള്ള പ്രതിജ്ഞയാണ് ഇതിലൂടെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. KNM ചെർപ്പുളശ്ശേരി യൂണിറ്റ് പുത്തനാലിക്കൽ ക്ഷേത്രത്തിന് സമീപത്ത് തയ്യാറാക്കിയ ഈദ്ഗാഹിന് അബ്ദുള്ള ഫാറൂഖി നേതൃത്വം നൽകി. അല്പം വൈകി നമസ്കരിച്ചാൽ ഈദുൽ അദ്ഹ നേരത്തെ നമസ്കരിക്കണമെന്നാണ് പ്രവാചകന്റെ. ബലികർമ്മം ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം ബലിപെരുന്നാൾ നമസ്കാരം പ്രവാചകൻ കുറച്ചുകൂടി നേരത്തെയാണ്. പ്രവാചകന്റെ ചര്യ നമസ്കാര സമയത്തോ അത് പതിവാക്കുന്ന വിഷയത്തിൽ കൂടി നാം പരിശീലിക്കേണ്ടതുണ്ട്. പട്ടാമ്പി മേഖലയിലെ വിവിധ പള്ളികളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ഈദ്ഗാഹുകളും ഒരുക്കിയിരുന്നു. പട്ടാമ്പി മേഖലയിലും പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും നൂറുകണക്കിന് വിശ്വാസികൾ എത്തി. പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MES സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത്. ബി മുഹമ്മദ് മൗലവി നേതൃത്വം നൽകി. സ്ത്രീകളടക്കം നിരവധി പേർ ഇവിടെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി സലഫി മസ്ജിദ്, പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലും പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി പേരെത്തി. വല്ലപ്പുഴ സലഫി സെന്ററിൽ നടന്ന ഈദ്ഗാഹിന് സഫാദ് സലഫി നേതൃത്വം നൽകി. നിരവധി പേർ നമസ്കാരത്തിൽ പങ്കെടുത്തു. വല്ലപ്പുഴ കുറുവട്ടൂർ കണയത്ത് 11 വയസ്സുകാരൻ തോട്ടിൽ വീണ മുങ്ങി മരിച്ചു. കണയം കോലോത്തുപറമ്പിൽ അഷ്റഫിന്റെ മകൻ മുഹമ്മദ് റായിസാണ് മരിച്ചത്. പെരുന്നാൾ ദിനത്തിലുണ്ടായ ദുരന്തം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മുഹമ്മദ് റാഹീസ്. ശനിയാഴ്ച വൈകിട്ടാണ് മുഹമ്മദ് റാഹീസിനെ കാണാതായത്. വീട്ടിൽ നിന്നും മുടികെട്ടാൻ കണയത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഇതിനുശേഷം കുട്ടി തിരിച്ചെത്താത്തതിനെ തുടർന്ന് രാത്രി മുഴുവൻ വീട്ടുകാരും നാട്ടുകാരും അന്വേഷിച്ചെങ്കിലും വിവരമൊന്നും കിട്ടിയില്ല. തുടർന്നാണ് വീടിന് സമീപത്തുള്ള തോട്ടിൽ വീണിട്ടുണ്ടാകാം എന്ന സംശയത്തെ തുടർന്ന് ഞായറാഴ്ച നാട്ടുകാർ തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിൽ ഉച്ചയോടെ മൃതദേഹം തോട്ടിൽ നിന്നും കണ്ടുകിട്ടി. സുഹറയാണ് മുഹമ്മദ് റഹീസിന്റെ ഉമ്മ. മൃതദേഹം പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വൈകിട്ട് സംസ്കരിച്ചു. പെരുന്നാൾ ദിനത്തിലുണ്ടായ ദുരന്തം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി. ആഗോള സാമ്പത്തിക ഉദാരവൽക്കരണങ്ങളുടെ ഒന്നാമത്തെ നടത്തിപ്പുകാരനായ പ്രണബ് കുമാർ മുഖർജി രാഷ്ട്രപതി കസേരയിലേക്ക് എത്തിപ്പെടാൻ പിന്തുണയുമായി ഓടിച്ചെന്ന സുഹൃത്തുക്കളാണ് സിപിഐയെ കുറ്റം പറയുന്നതെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ.പി. സുരേഷ് രാജ് പറഞ്ഞു. അടയ്ക്കാപുത്തൂരിൽ കൃഷ്ണപിള്ള അനുസ്മരണ യോഗവും സിപിഐ വെള്ളയനഴി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കെ.പി. സുരേഷ് രാജ്. കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സിപിഐ പാർട്ടിയുടെ സുഹൃത്തുക്കൾക്ക് കേരളത്തിൽ സിപിഐയെ കുറ്റം പറയാൻ അവകാശമില്ല. കേരളത്തിൽ നടന്ന മിക്ക കർഷക സമരങ്ങൾക്കും നേതൃത്വം നൽകിയ സിപിഐ ആണെന്നും മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു അന്തസ്സാണ് സിപിഐക്കുള്ളതെന്നും സുരേഷ് രാജ് പറഞ്ഞു. ആഗോളവൽക്കരണത്തിന്റെ, ഉദാരവൽക്കരണത്തിന്റെ, സ്വകാര്യവൽക്കരണത്തിന്റെ നേതാക്കന്മാരായി കോൺഗ്രസുകാർ മാറുകയും അതിന്റെ ഭാഗമായി പട്ടിണി തരികയും ചെയ്യുന്ന ഒരു നാട്ടിൽ ആ സാമ്പത്തിക നയത്തിന്റെ ഒന്നാമത്തെ നടത്തിപ്പുകാരനായ പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ രാഷ്ട്രപതി കസേരയിലേക്ക് കയറി ചെല്ലുന്നതിനു വേണ്ടി
തയ്യാറായപ്പോൾ പിന്തുണയ്ക്കാൻ ആരാണ് ഓടിച്ചെന്നത് എന്ന ചരിത്ര യാഥാർത്ഥ്യം ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വാലാട്ടികളാണ് CPI-ക്കാർ. പ്രണബ് കുമാർ മുഖർജിയെ പിന്തുണച്ചതിലൂടെ തെറ്റുപറ്റിയവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയേണ്ട കാലഘട്ടമില്ല. 1964 പാർട്ടിയെ പിളർത്തിയത് എന്തിനു വേണ്ടിയാണെന്ന് പാർട്ടിയെ പിളർത്തിയവർ ചിന്തിക്കേണ്ടതുണ്ടെന്നും സുരേഷ് കൂട്ടിച്ചേർത്തു. അടയ്ക്കാപുത്തൂർ സെന്ററിലാണ് CPI വെള്ളിനേഴി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. അടയ്ക്കാപുത്തൂർ സെന്ററിൽ നടന്ന യോഗത്തിൽ CPI മണ്ഡലം കമ്മിറ്റി അംഗം B സരോജിനി അധ്യക്ഷത വഹിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് OK സൈതലവി, A ശങ്കരനാരായണൻ, ആലുംകുണ്ട് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ഞാലിക്കുട്ടിക്കും PC ജോർജിനും വേണ്ടിയുള്ള ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. കപട മതേതരവാദമാണ് ഈ സർക്കാരിന്റേതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഷൊർണൂരിൽ മഹിളാ മോർച്ച മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മതേതരത്വമല്ല ഈ സർക്കാർ നടപ്പാക്കുന്നത്. ജാതിയോ മതമോ നോക്കാതെ വിശപ്പ് മാനദണ്ഡമാക്കിയാവണം ആനുകൂല്യങ്ങൾ നൽകേണ്ടത്. കുഞ്ഞൂനും കുഞ്ഞാലിക്കുട്ടിയും മാണിക്കുഞ്ഞുമാണ് ഇന്ന് കേരളത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ഷൊർണൂരിൽ പറഞ്ഞു. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഭരണം അത് രണ്ട് വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഭരണമാണ്. ഒന്ന് നമ്മുടെ PC ജോർജും കൂട്ടരും, മാണി ഒരു ഭാഗത്ത്, കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും. 3 കുഞ്ഞുങ്ങളാണ് ഇപ്പൊ കേരളത്തിന്റെ ഭരണം നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന് കുഞ്ഞൂഞ്ഞ, ഉമ്മൻചാണ്ടിയെ നാട്ടിലൊക്കെ എല്ലാവരും വിളിക്കുന്നത് കുഞ്ഞൂഞ്ഞെന്നാണ്. പിന്നെ വടക്കൻ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള നമ്മുടെ കുഞ്ഞാലിക്കുട്ടി, അതും ഒരു കുട്ടിയാണ്. പിന്നെ മാണിയെ എല്ലാവരും അവിടെ വിളിക്കുക മാണിക്കുട്ടി എന്നാണ്. അപ്പൊ ഈ 3 കുഞ്ഞുങ്ങൾ ചേർന്ന് ഈ കേരളത്തെ ഭരിച്ച് കേരളത്തെ തകർക്കുമ്പോ ഇവിടെ സാമൂഹ്യ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജാതിയും മതവും പറഞ്ഞ് മതേതരത്വം എന്നുള്ള പേര് മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. കുളപ്പുള്ളിയിൽ നടന്ന മഹിളാ സംഗമത്തിൽ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് വനജ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണകുമാർ, സംസ്ഥാന സമിതി അംഗം K ശിവദാസ്, മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് കുമാർ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് സത്യഭാമ, P ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകനായി പിണറായി വിജയൻ അവതരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. ഒറ്റപ്പാലത്ത് CPM വിമതരുടെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ച P കൃഷ്ണപിള്ള അനുസ്മരണ സമ്മേളനത്തിലാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ കത്തിലൂടെ പിണറായി വിജയനെ വിമർശിച്ചത്. ചെത്തുതൊഴിലാളിയുടെ മകനായി പിറന്ന പിണറായി വിജയൻ മുതലാളി വർഗത്തിന്റെ ദത്തുപുത്രനും കോടീശ്വരനുമായി. പിണറായി വിജയനെ ചോദ്യം ചെയ്തതിന് 4000 പേരെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് എന്നും ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ വായിക്കാനായി ഏൽപ്പിച്ച കത്തിൽ പറയുന്നു. AKGയും EMSഉം കൃഷ്ണപിള്ളയും കെട്ടിപ്പടുത്ത തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവ പാർട്ടി ഇപ്പോൾ ബൂർഷ്വാ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറി. 50,000 കോടിയുടെ ആസ്തിയുള്ള സ്ഥാപനവൽക്കരിക്കപ്പെട്ട പാർട്ടിയായത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയപ്പോഴാണ് എന്നും പറയുന്നു. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ബദൽ വിപ്ലവ പാർട്ടി രൂപം കൊള്ളണം. 87 വയസ്സിന്റെ വാർദ്ധക്യത്തിലും യൗവനത്തോടെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന് അറിയിച്ചാണ് ബെർലിൻ കത്ത് ചുരുക്കിയത്. മനശ്ശേരി SVLP സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം E ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KT ചാമി അധ്യക്ഷനായി. A രാധാകൃഷ്ണൻ, SR പ്രകാശ്, AP ലത, EK രാധാകൃഷ്ണൻ, മുരളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മുതിർന്ന കർഷക തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. പിണറായിയാണ് പാർട്ടി എന്നാണ് EP ജയരാജൻ പ്രഖ്യാപിച്ചത്. ലോകത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സെക്രട്ടറിയാണ് പാർട്ടി എന്ന് മാർക്സിസം പഠിച്ച ഒരാളും പറഞ്ഞിട്ടില്ല. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയ ആളാണ് EP ജയരാജൻ. പിന്നീട് അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി മെമ്പറായി തീരുകയും ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ DYFI ജില്ലാ പ്രസിഡന്റ് K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ മുന്നേറ്റത്തിന് സ്ത്രീ കൂട്ടായ്മ എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് TC രാധ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AK ഷീലാദേവി, ജോയിന്റ് സെക്രട്ടറി ശാന്ത, ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ പരിധിയിലെ 100ഓളം പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിലും നിങ്ങളെയൊക്കെ നോക്കിയാൽ കാണാം. ഇത് നമ്മൾ മാറി സംസാരിക്കില്ല. നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വീക്ഷിച്ചാൽ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ പിടുത്തം ഭയങ്കര പിടുത്തമായിരിക്കും. തൊഴിൽ നഷ്ടപ്പെട്ട ചുമട്ടുതൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്നത് നോക്കുകൂലിയല്ലെന്ന് BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി KB സോമൻ പറഞ്ഞു. ഇത്തരം തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BMS ചുമട് മസൂർ സംഘം മണ്ണാർക്കാട് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KB സോമൻ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണയിൽ മേഖലാ സെക്രട്ടറി T ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി C സുന്ദരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KR രാജൻ, സുജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം മാത്രമാണ് തോട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ചോദിക്കുന്നത്. അതിനെ നോക്കുകൂലി എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിന് നഷ്ടപ്പെട്ടതിന് പരിഹാരമായിട്ട് അവർക്ക് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നതിന് വേണ്ടി നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. വിശേഷ ചടങ്ങുകളോടനുബന്ധിച്ച് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. തന്ത്രി അണ്ടലാടി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ 108 നാളികേരം ഉപയോഗിച്ച് നടന്ന ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ എന്ന ഗജവീരനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചാണ് ഗജപൂജ നടന്നത്. തുടർന്ന് കലാമണ്ഡലം രാമൻകുട്ടിയും കലാനിലയം കുഞ്ഞുണിയും അവതരിപ്പിച്ച കേളിയും അരങ്ങേറി. അതിനുശേഷം സദനം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ആനയൂട്ടിൽ 7 ഗജവീരന്മാർ പങ്കെടുത്തു. നാടിന്റെ ക്ഷേമൈശ്വര്യത്തിനും വിഘ്ന നിവാരണത്തിനും വേണ്ടിയാണ് ക്ഷേത്രത്തിൽ ആനയൂട്ടും ഗജപൂജയും നടത്തുന്നത്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഗണേശോത്സവവും വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. ആഗസ്റ്റ് 21 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്നതാണ് പരിപാടികളെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഇത്തവണ വൈവിധ്യമാർന്ന പരിപാടികളാണ് പട്ടാമ്പിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. 21 വൈകിട്ട് VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി വി മോഹനൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗണപതി ഹോമം, ചാക്യാർകൂത്ത്, സർവൈശ്വര്യ പൂജ, ഭക്തിപ്രഭാഷണം, ഓട്ടൻതുള്ളൽ തുടങ്ങിയ പരിപാടികളും ക്ഷേത്രത്തിൽ നടക്കും. 30 വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിമഞ്ജന ഘോഷയാത്രയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഭാരതം മുഴുവൻ ഗണേശോത്സവം ആഘോഷിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പട്ടാമ്പി കേന്ദ്രമായിക്കൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടും പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടും ഈ വരുന്ന 21/8/2012 തീയതി മുതൽ 30/8/2012 തീയതി വരെ വിവിധ പരിപാടികളോട് കൂടിയിട്ട് ഗണേശോത്സവം സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ 21/8/2012 തീയതി വിഗ്രഹ സ്ഥാപനവും തുടർന്ന് 30 തീയതി വരെ വിവിധ പരിപാടികളോടുകൂടി ഗണേശോത്സവവും നടത്തപ്പെടുകയാണ്. 21 തീയതി നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ പങ്കെടുക്കുകയും ഭദ്രദീപം കൊളുത്തി ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നതാണ്. 30/8/2012 തീയതി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിമഞ്ജന ഘോഷയാത്ര ഗണേശ വിഗ്രഹവുമായി പട്ടാമ്പി പന്തക്കൽ പറമ്പിൽ 3 മണിക്ക് എത്തിച്ചേരുന്നതും അവിടെ നിന്ന് മഹാശോഭായാത്രയായിട്ട് ഭാരതപ്പുഴയിലേക്ക് നീങ്ങുന്നതും ഭാരതപ്പുഴയിൽ ഗണേശ വിഗ്രഹ നിമഞ്ജനം നടക്കുന്നതുമായിരുന്നു. വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മനോജ്, കെ സനൂഷ എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പെരുന്നാൾ ദിനത്തിൽ രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത് പട്ടാമ്പി CH റിലീഫ് സെന്റർ മാതൃകയായി. പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കാണ് CH റിലീഫ് സെന്റർ പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണം വിതരണം ചെയ്തത്. ആശുപത്രിയിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CAMA കരീം ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള ഒരു സഹായം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്തായാലും ആ രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തി CH സെന്ററിന്റെ പ്രവർത്തകന്മാർ കഴിയട്ടെ. അതിന് ദൈവം അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും ദൈവനാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പറഞ്ഞു. CV മുജീബ്, CS സാജിത്ത്, KT കുഞ്ഞുമുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ആശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും CH റിലീഫ് സെന്റർ ഭക്ഷണ കിറ്റുകൾ നൽകി. മേലെ പട്ടാമ്പി മദീന മസ്ജിദിന്റെ ആഭിമുഖ്യത്തിലും ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണ വിതരണം നടത്തി. അടയ്ക്കാപുത്തൂർ സംസ്കൃതി പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച കഥകളി ഗ്രാമത്തിന് കുമിഴ് സമൃദ്ധി എന്ന പരിപാടി സംഘടിപ്പിച്ചു. വെള്ളിനരി ഒളപ്പമണ്ണ മനയിലാണ് പരിപാടി നടന്നത്. കഥകളിക്കോപ്പ് നിർമ്മാണത്തിനാണ് പ്രധാനമായും കുമിഴ് മരങ്ങൾ ഉപയോഗിക്കുന്നത്. മിനുസമുള്ളതും മാർദ്ദവമേറിയതുമായ കുമിഴ് മരത്തിന് ഏറെ ഔഷധമൂല്യമുണ്ട്. വിയർപ്പ് വലിച്ചെടുക്കാനുള്ള കഴിവും ഇതിനുണ്ട്. ഇതിനാലൊക്കെയാണ് കഥകളിക്കോപ്പ് നിർമ്മാണത്തിന് കുമിഴ് മരങ്ങൾ ഉപയോഗിച്ചു വരുന്നത്. കഥകളിക്കോപ്പ് നിർമ്മാണത്തിന് കുമിഴ് മരത്തിന് ലഭ്യതക്കുറവ് ഈ മേഖലയിലുള്ളവരെ ഏറെ അലട്ടുന്നുണ്ട്. ഇതിനൊരു പരിധിവരെയെങ്കിലും പരിഹാരമുണ്ടാകുക എന്ന ലക്ഷ്യത്തോടെയാണ് അടയ്ക്കാപുത്തൂർ സംസ്കൃതി പരിസ്ഥിതി കൂട്ടായ്മ കുമിഴ് മരത്തൈകളുടെ വിതരണവും സൗഹൃദ സംവാദവും സംഘടിപ്പിച്ചത്. വെള്ളിനേഴി ഒളപ്പമണ്ണ മനയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കലാമണ്ഡലം രാമൻകുട്ടി നായർ, OM ദാമോദരൻ നമ്പൂതിരി, കലാമണ്ഡലം കുട്ടനാശാൻ, ഡോക്ടർ അച്യുതൻകുട്ടി, കലാമണ്ഡലം വാഴയങ്കട വിജയൻ, മലയാള മനോരമ സീനിയർ സബ് എഡിറ്റർ ശശിശേഖർ എന്നിവർ പങ്കെടുത്തു. സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപുത്തൂർ, KPSC വിനയ്, ബിനോജ് എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ അതിവേഗ സ്വർണ്ണപ്പണയ കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. M. ഹംസ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
അർബൻ ബാങ്ക് പല പരീക്ഷണങ്ങളും ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും പെട്ടെന്ന് ആളുകൾക്ക് പണം ആവശ്യമായി വരുമ്പോൾ രണ്ട് മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, നമ്മുടെ എസ് ബാലൻസിൽ പണം ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ എസ് ബാലൻസിന് തുല്യമായി നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ് നമ്മുടെ കയ്യിലുള്ള സ്വർണം ബാങ്കിൽ വെച്ച് പണിയെടുക്കുക. ഈ രണ്ട് മാർഗങ്ങളാണ് വേഗത്തിൽ പണം കിട്ടാൻ ആവശ്യമായിട്ടുള്ള രണ്ട് മാർഗങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിലാണ് സ്വകാര്യതയോടുകൂടി ഗോൾഡ് ലോൺ എടുക്കാവുന്ന സൗകര്യം ഏർപ്പെടുത്തിയത്. കമ്പ്യൂട്ടർവൽക്കരണത്തിനുൾപ്പെടെ കേരളത്തിൽ ആദ്യമായി ആധുനിക സംവിധാനം ഏർപ്പെടുത്തിയത് ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് ബാങ്കാണെന്ന് എം ഹംസ MLA ഉദ്ഘാടനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ പി പാറുക്കുട്ടി അധ്യക്ഷയായി. പ്രൊഫസർ എ ശിവരാമൻ, എസ് ചെൽവൻ, KR കുമാരൻ, കെ രാജീവ്, PK വാര്യർ, KA ഗോപാലപിള്ള എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു മാസത്തെ വ്രതശുദ്ധിയിലൂടെ നേടിയ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. വല്ലപ്പുഴ കുറുവട്ടൂർ കണയത്ത് 11 വയസ്സുകാരൻ തോട്ടിൽ വീണ മുങ്ങി മരിച്ചു. മരിച്ചത് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് റാഹിസ്. പെരുന്നാൾ ദിനത്തിലുണ്ടായ ദുരന്തം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രണബ് കുമാർ മുഖർജിയെ പിന്തുണച്ച CPM-ന് CPI-യെ കുറ്റം പറയാൻ യോഗ്യതയില്ലെന്ന് സുരേഷ് രാജ്. കുഞ്ഞാലിക്കുട്ടിക്കും PC ജോർജിനും വേണ്ടിയുള്ള ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. കപട മതേതരവാദമാണ് ഈ സർക്കാരിന്റേതെന്നും ശോഭാ സുരേന്ദ്രൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.